പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും അതിന്റെ വില, ഫീച്ചറുകൾ, ബാറ്ററി ശേഷി, ക്യാമറ തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട്. എന്നാൽ പലരും സ്മാർട്ട് ഫോണിലെ ഒരു നിർണായക ഘടകമായ സോഫ്റ്റ്വെയർ സപ്പോർട്ടിനെ കുറിച്ച് മറന്നു പോവുകയാണ് ചെയ്യാറുള്ളത്. ആഗോള ആൻഡ്രോയിഡ് ഉപയോക്താക്കളിൽ 60%-ലധികം പേരും ഇപ്പോഴും പഴയ ആൻഡ്രോയിഡ് പതിപ്പുകൾ ഉപയോഗിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതായത് ഏകദേശം 1 ബില്യൺ ആളുകൾ ഗൂഗിളിൽ നിന്ന് പുതിയ സുരക്ഷാ പാച്ചുകളോ പരിരക്ഷകളോ ലഭിക്കാത്ത ഡിവൈസുകളാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് എന്നർത്ഥം. ഇത് ഗുരുതരമായ സൈബർ ഭീഷണി ഉയർത്തുന്നതാണ്. നിങ്ങളുടെ ഫോണിലേക്ക് നുഴഞ്ഞു കയറാൻ ഹാക്കർമാർ ഓരോ ദിവസവും പുതിയ വഴികൾ കണ്ടെത്തുന്നു എന്നത് തീർച്ചയായും നമ്മെ ജാഗ്രതയുള്ളവരാക്കണം. അതുകൊണ്ട് തന്നെ സുരക്ഷാ അപ്ഡേറ്റുകളുടെ അഭാവം നിങ്ങളുടെ ഡാറ്റ കവരാൻ സാധിക്കുന്ന വിധത്തിൽ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നുവെന്ന് സിംബേരിയത്തിന്റെ 2025 ഗ്ലോബൽ മൊബൈൽ ത്രെഡ് റിപ്പോർട്ട് പറയുന്നു. ഉദാഹരണത്തിന് 2025 ഡിസംബറിൽ ആൻഡ്രോയിഡിലെ 107 അപകട സാധ്യതകൾ പരിഹരിക്കുന്നതിനുള്ള അപ്ഡേറ്റുകൾ ഗൂഗിൾ പുറത്തിറക്കിയിരുന്നു. ഈ 107 അപകട സാധ്യതകളിൽ 40% ഫോണിന്റെ നിയന്ത്രണം മറ്റൊരാൾ കൈക്കലാക്കുന്നതുൾപ്പെടെ അങ്ങേയറ്റം അപകടകരമായവയായിരുന്നു. എന്നാൽ പഴയ ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് ഈ സുരക്ഷാ അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടില്ല. സുരക്ഷയുടെ കാര്യത്തിൽ ആപ്പിളിന്റെ സംവിധാനങ്ങൾ ശക്തമാണെന്ന് നിലവിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ സജീവമായ ഐഫോണുകളിൽ ഏകദേശം 90% എപ്പോഴും ഏറ്റവും പുതിയ സോഫ്റ്റ്വെയറും സുരക്ഷാ അപ്ഡേറ്റുകളും കൊണ്ട് സജ്ജീകരിച്ചിട്ടുണ്ടെന്നതാണ് സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആപ്പിൾ വർഷങ്ങളായി അതിന്റെ പഴയ മോഡലുകൾ പോലും അപ്ഡേറ്റ് ചെയ്യുന്നത് തുടരുന്നു. നിങ്ങളൊരു പുതിയ ആൻഡ്രോയിഡ് ഫോൺ വാങ്ങുന്നത് പരിഗണിക്കുകയാണെങ്കിൽ ഫോണുകളുടെ ആകർഷകമായ ഫീച്ചറുകൾ മാത്രം നോക്കി വാങ്ങരുത്. കുറഞ്ഞത് 3 മുതൽ 4 വർഷം സുരക്ഷാ അപ്ഡേറ്റുകളും കുറഞ്ഞത് 2 വർഷത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക. ബാങ്കിംഗ് മുതൽ വ്യക്തിഗത വിവരങ്ങൾ വരെ എല്ലാം സ്മാർട്ട് ഫോണുകളിൽ സൂക്ഷിക്കുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ സുരക്ഷ ഒരു ആഡംബരമല്ല, മറിച്ച് ഒരാവശ്യകതയാണെന്ന കാര്യം മറക്കാതിരിക്കുക. അപകടം ഒഴിവാക്കാൻ തീർച്ചയായും ഇക്കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിന്റെ സെറ്റിംഗ്സിൽ പോയി OS പതിപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫോണിന്റെ പുതിയ OS പതിപ്പ് ലഭ്യമാണെങ്കിൽ കാലതാമസം കൂടാതെ അത് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോറിന് പുറത്തു നിന്നുള്ള ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉടൻ നീക്കം ചെയ്യുക.